സാറ് പങ്കെടുത്തിരുന്നു അവിടെ? എന്തെല്ലാമായിരുന്നു അവിടെ? അവിടെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു. സമയത്തിന് മന്ത്രിയെത്തുകയും പിന്നെ ഗസ്റ്റുകളുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. അദ്ദേഹം മറ്റ് വധുവരന്മാരെ അനുഗ്രഹിക്കുകയോ അങ്ങനെ ചെയ്തു. അതിന് മുന്നോടിയായിട്ട് നടന്ന കല്യാണങ്ങളിൽ ഉള്ള എല്ലാവരെയും അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും വിവാഹവേദിയിലുണ്ടായിരുന്നു. നരേന്ദ്രമോദി വിവാഹവേദിയിൽ അതിനുശേഷം അദ്ദേഹം മറ്റ് വധുവരന്മാരെ അനുഗ്രഹിച്ച് മടങ്ങി അല്ലേ? മറ്റാരൊക്കെയായിരുന്നു വിവാഹ വേദിയിലുണ്ടായിരുന്നത്? വേദിയില് മോഹൻലാല്, ജയറാം, ദിലീപ് എല്ലാവരും അവർ ഓഡിറ്റോറിയത്തിലായിരുന്നു അതോ വിവാഹ വേദിയിൽ തന്നെ? വേദിയില് ഫ്രണ്ടിലുണ്ടായിരുന്നു. എത്ര സമയം നരേന്ദ്രമോദി ഇവിടെ ചെലവഴിച്ചു? 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ദർശനം കഴിഞ്ഞ് സംസാരിക്കുകയുണ്ടായോ? അതായത് ദർശനം കഴിഞ്ഞ് തൊഴുത് പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ. വഴിപാട് എന്താണ് വഴിപാട് കഴിച്ചത്? അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങൾ പുറത്ത് ഡ്യൂട്ടി ആയിരുന്നു. വലിയൊരു കാത്തിരിപ്പിന്റെ നിമിഷമായിരുന്നു അവിടെ എത്തിയവർക്ക്. തീർച്ചയായും. നരേന്ദ്രമോദിയെ കാണാൻ സാധിച്ചോ നിങ്ങൾക്ക്? എന്തൊക്കെയായിരുന്നു അവിടെ കണ്ടത്? നിങ്ങൾ കാണാൻ സാധിച്ചപ്പോൾ നമ്മള് റൂമിലായിരുന്നു. അത് കാരണം റൂമിൽ നിന്ന് അധികം പുറത്തേക്ക് വരാൻ പറ്റിയില്ല. അവിടെ കുറച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. വിവാഹത്തിൽ പങ്കെടുക്കുന്ന അവിടെ ജസ്റ്റ് കുറച്ച് ദൂരത്ത് നോക്കി കണ്ടു. വിവാഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മാവിന്റെ മകന്റെ മകളുടെ വിവാഹം ഉണ്ടായിരുന്നു. അത് 5:15-നായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ കാത്തിരിക്കുന്നു? അവിടെ റൂമിൽ കാത്തിരിക്കുകയായിരുന്നു. എന്നാണെങ്കിലും അദ്ദേഹം വന്ന് മടങ്ങിപ്പോയി. മടങ്ങിപ്പോയി. കഴിഞ്ഞ 3 മണിക്കൂറായി നമുക്കൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അമ്മ ഒരുപാട് സമയം ശിവേലി ഭജനയുടെ ആൾക്കാരാ. ഒന്നും കാണാൻ പറ്റില്ല. കുറെ നേരം ഇപ്പൊ കാണും കുറെ നേരം കാത്തുന്നു. പക്ഷെ അകലെന്നിട്ട് ഇങ്ങനെ കണ്ടെന്ന് മാത്രം. മനസ്സുകൊണ്ട് കണ്ടു. കണ്ണനെ കാണുന്ന പോലെ നിന്ന് കണ്ടു. ഞങ്ങൾ എന്നും വരുന്ന ആൾക്കാരാണ്. എന്നും ശിവേലി ഭജനയ്ക്ക് 4:30 ആകുമ്പോഴേക്ക് ഇവിടെ എത്തും. ഞങ്ങളെ ഹരേരാമ ചെല്ലുന്നത് ഞങ്ങളുടെ ടീമാണ്. അതില് നിങ്ങൾ 2-3 ആൾക്കാർ ഇവിടെ കൂടി ഒന്ന് കാണാനോ വെച്ചിട്ട്. കാണാൻ പറ്റില്ല, വേണ്ട, ഞങ്ങൾ കണ്ടിട്ട് വരുന്നില്ല. നരേന്ദ്രമോദിയുടെ സന്ദർശനം ഗുരുവായൂരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി? അയ്യോ, മാറ്റങ്ങളൊക്കെ ഉണ്ട്. മാറ്റങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞാന് മാനന്തവാടിന്ന്, വയനാടിന്ന് മോദിജിനെ കാണണമെന്ന് ഭയങ്കരമായ ആഗ്രഹത്തിൽ വന്നതാണ്. മോദിജി വന്ന വകയില് ആ ബോർഡ് ഒന്ന് അവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ കൊള്ളാം. ഏത് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് ഉണ്ടല്ലോ, അതൊന്ന് എടുത്തു മാറ്റാനായിട്ട് മോദിജി ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് പോവുകയാണെങ്കിൽ അതിന് നന്നായി. എങ്ങനെ മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വന്നതാണോ? നരേന്ദ്രമോദിയെ കാണാനും മാത്രമായിട്ട് വന്നതാണ്. ഇതാണ് പ്രധാനമായിട്ട് ആ ബോർഡാണ് എന്റെ വിഷയം. അത് നരേന്ദ്രമോദി ഇടപെട്ട് അതങ്ങ് മാറ്റുവാണെങ്കിൽ. എങ്ങനെ കാണാൻ കഴിയാത്തതിൽ നിരാശയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുകയോ BJP നേതാക്കളെ കാണുകയോ ചെയ്ത് പരാതി കൊടുക്കാനില്ല. അത് മൊത്തത്തില് ചെറിയ വിഷയങ്ങളുണ്ട്. അത് എങ്ങനെ ആവശ്യം അറിയിക്കും അല്ലേ? അത് സാഹചര്യം അനുസരിച്ച് പെട്ടെന്നല്ല. പക്ഷെ ഈ ഒരു അവസരം ഇന്ന് കടന്നു പോവല്ലേ. പിന്നെ VIP-കൾക്കും സാധാരണക്കാർക്കും ഒരേ നിയമം അമ്പലത്തിൽ വേണം. VIP-കൾക്കും സാധാരണ നിരാശയുണ്ട്. നിരാശയുണ്ട്. എല്ലാവർക്കും ഒരേ അവകാശം ഇവിടെ ഉണ്ടായിരിക്കണം. I don't know. From where are you coming? I'm coming from Ooty. மோடி பார்க்கிறதுக்கு மோடி பார்க்கல, தரிசனம் பண்றதுக்கு வந்திருக்கோம். மோடி எவ்வளவு டைம் இங்க வெயிட் பண்றது? 6 o'clock இருந்து வெயிட் பண்றோம். பார்க்க தரிசனம் பண்ணவே முடியல. ஃபேமிலியோட வந்திருக்கோம். What are you feeling now? Do you have any desperation for not seeing him? No. From you are also coming? തമിഴ്. സാർ കണ്ണൂരിൽ ഒരുപാട് സമയം കാത്തിരുന്നു. എങ്കിലും നമ്മൾ ക്ഷേത്ര ദർശനം തമിഴ്നാട്ടിലാണ് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ കണ്ടില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അത്രമാത്രം ഇതൊക്കെ ഉള്ളത്. നടത്തിയായിരുന്നു. ഒരു പ്രാവശ്യം ഇന്നലെ നടത്തിയായിരുന്നു. അല്ല, കാണണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കണ്ടില്ല. ഒരുപാട് സമയം കാത്തു നിർത്തിയതിനൊക്കെ വിഷമമൊന്നുമില്ല. വിഷമില്ല. ഞാൻ നിർമ്മാല്യത്തിന് വന്ന് നിർമ്മാല്യം, വാഗച്ചാർത്ത്, ശംഖാഭിഷേകം, അലങ്കാരം കണ്ട് തൊഴുത്ത് 4:10 പുറത്തേക്ക് കിടന്നു. വീട്ടിൽ പോയി മമ്മൂര് തൊഴുത് പോന്നിട്ട് വീട്ടിൽ പോയി ഡ്രസ്സ് മാറി ഇവിടെ കാണാൻ പറ്റണം. ഞാൻ ഇവിടെ ഉള്ള കാണാൻ പറ്റിച്ചിട്ട് വന്നിട്ട് ഇവരേനൊക്കെ തിക്കി തിരക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കൊറേ അപ്പറായിരുന്നു. ഇവരൊക്കെ സൈഡ് തന്നിട്ട് ഇവിടെ മടങ്ങിപ്പോയി. മതി, എന്താ വന്നൂലോ.